അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്. 360 വീഡിയോ ഇട്ട് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, എഡിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്ത അവസാനം ഞാൻ പല കാരണങ്ങളുണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ക്യാമറ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ക്യാമറയെക്കുറിച്ച് അൺബോക്സിംഗ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരു കമ്പാരിസൺ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ്. കാരണം ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു, ഇൻസ്റ്റാ 360 1x2. അപ്പോൾ ഇൻസ്റ്റാ 360 ഒരു ക്യാം ഞാൻ നേരത്തെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇൻസ്റ്റാ 360യുടെ റെഗുലർ ആക്ഷൻ ക്യാം ആയിരുന്നു അത്. അതിന് ശേഷം ഞാൻ ഗോപ്രോയാണ് വാങ്ങിച്ചത്, ഗോപ്രോ ഫ്യൂഷൻ. എനിക്ക് ഗോപ്രോ ഫ്യൂഷൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ച് അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു സോഫ്റ്റ്വെയർ വൈസ്, ഹാർഡ്വെയർ വൈസ് അല്ല. സോ അതിലേക്ക് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആ ഇൻഫർമേഷൻസ് ഇപ്പം ചെയ്യുന്നില്ല. പക്ഷേ ഇത് പ്യുവർലി ഒരു അൺബോക്സിംഗ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറയെക്കുറിച്ചുള്ള വീഡിയോ വേറെ ചെയ്യാം. ഈ ബോക്സിനകത്ത് എന്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ നോക്കാം. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ആദ്യമേ വായിക്കുകയാണ്. ഒരു ക്യാമറ 1x2, ഒരു പ്രൊട്ടക്റ്റീവ് പൗച്ച്, ബാറ്ററി, ചാർജിങ് കേബിൾ, വാറണ്ടി കാർഡ്, കിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അത്രയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയിരിക്കുന്നത് 5.7K 360 ക്യാപ്ചറാണ്. പിന്നെ സ്റ്റഡി ക്യാം മോഡുണ്ട്, FlowState Stabilization, ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് കൂടെ ഇല്ല, അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണമുണ്ട്. ഈ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുമ്പം ഇതങ്ങ് ഇൻവിസിബിൾ ആക്കുന്നല്ലേ. എന്ത് കാര്യമാണെങ്കിലും ആ സെയിം സൈസിലെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻവിസിബിൾ ആവും. അതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ശരിക്കും. പിന്നെ AI എഡിറ്റിംഗ്, വാട്ടർ പ്രൂഫ് അപ് ടു 10 meters. അപ്പം 32.8 feet വരെ വാട്ടർ പ്രൂഫ് എന്നാണ് ഇവർ പറയുന്നത്. എന്നാലും ഡൈവിങ്ങോ ഡീപ്പ് ഡൈവൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി കേസ് ഉണ്ട് കേട്ടോ, വാട്ടർ പ്രൂഫ് കേസിംഗ് ഉണ്ട്. 4 മൈക്രോഫോൺസ് ഉണ്ട് ഇതിന് ചുറ്റും 360 ഓഡിയോയ്ക്ക് വേണ്ടി. പിന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട്, ഒരു ചെറിയ പടത്തിൽ കാണുന്നത് പോലെ ഒരു ടച്ച് സ്ക്രീൻ, ഹൈപ്പർ ലാപ്പ് ആൻഡ് വോയിസ് കൺട്രോൾ. ഇത്രയും ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അങ്ങ് തുറന്നാലോ. ആ കവർ ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെയാ വരുന്നത്. ഇതാണ് സാധനം. ക്യാമറ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിത് ഓൺ പോലും ഇപ്പം ചെയ്യുന്നില്ല, കാരണം ഞാനിതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇന്ന് തന്നെ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാറ്ററി സൈഡിലാണ്. ഇത് രണ്ട് നോബുണ്ട്, അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിനു മുമ്പ് ഈ സാധനം കൈ കൊണ്ട് തൊട്ടിട്ടില്ല, അതുകൊണ്ട് ആദ്യമായിട്ടാണ്. സോ പുതിയതായിട്ട് ഒരാളുടെ കിട്ടിയാൽ അയാൾക്ക് എന്ത് തോന്നും എന്നുള്ള കാര്യങ്ങളും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. അത് ഗുഡ്, കാരണം എൻ്റെ ഫ്യൂഷനിൽ 2 എണ്ണം ഉണ്ട്. ഫ്രണ്ടിനും ബാക്കിനും ഓരോ കാർഡ് സെപ്പറേറ്റ് ഉണ്ട്. പ്രസ് ചെയ്താൽ അതവിടെ ഇരുന്നോളും. പിന്നെ ചാർജിങ്, ഇത് USB-C ആണ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എനിക്ക് വ്യൂ ഫൈൻഡർ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. സോ ബേസിക്കലി ക്യാമറ ഇത്രയാണുള്ളത് കേട്ടോ. പവർ ബട്ടൺ സൈഡിൽ, റെക്കോർഡ് ബട്ടണാണ് തോന്നുന്നു ഇവിടെ ഉള്ളത്. ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് മാത്രമേ അളക്കുന്നുള്ളൂ. തൽക്കാലം ഇത് ഇവിടെ ഇരുന്നോട്ടെ, കവർ ഉള്ളതുകൊണ്ട് ഇരുന്നോട്ടെ. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇനി തീർന്നു. ഇനിയുള്ള ഈ ഒരു ബോക്സാണ്. ഇത് ഓപ്പൺ ചെയ്യാം, കീറാതെ ഓപ്പൺ ചെയ്യാം. എങ്ങാനും തിരിച്ചു കൊടുക്കേണ്ടി വന്നാലേ പറയാൻ പറ്റില്ല സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്തെടുത്ത് വെച്ചാൽ കേബിൾ, ഇൻസ്റ്റാ 360 സ്റ്റിക്കർ. ഇത് ഞാൻ എങ്ങും ഒട്ടിക്കാൻ പോകുന്നില്ല. പിന്നെ ഗൈഡ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ, കിക്ക് സ്റ്റാർട്ട് ഗൈഡ്, waterproofing.
എന്തൊക്കെ ചെയ്യണം വാട്ടർ പ്രൂഫിങ്ങിന്, എന്തൊക്കെ ആയിരിക്കണം നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടതെന്നുള്ളതാണ്. ഇംഗ്ലീഷിലും ചൈനീസിലും ഉണ്ട്. പിന്നെ ഇത് വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡ് ഫുൾ ഇൻഫർമേഷൻ ചൈനീസിലാണ് ഇതിനകത്ത് അടിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് ഇതിന് പ്രസക്തി വളരെ കുറവാണ്. വാങ്ങിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. വന്ന സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് അതേപോലെ അതിനകത്തിട്ട്, എക്സെപ്റ്റ് ഫോർ ദിസ്, ഇതിനൊക്കെ ആവശ്യമുണ്ട്. Except for this is pretty good. Scratch ഒന്നും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് വെച്ചാൽ. ഐ ഹോപ്പ് നോട്ട്. അതിനകത്ത് അത്ര സ്മൂത്തായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് ഐ ട്രസ്റ്റ് ദം. പിന്നെ ഇതിൻ്റെ അകത്ത് ട്രൈപോഡ് മൗണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ട്രൈപോഡ് മൗണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ട്രൈപോഡ് മൗണ്ടിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മൗണ്ട് ചെയ്യാം. അതേസമയം ഞാൻ ഉപയോഗിച്ച മറ്റ് ക്യാമറയിൽ ട്രൈപോഡ് മൗണ്ട് ആയിട്ടില്ലായിരുന്നു. അത് അവരുടെ തന്നെ ഒരു മൗണ്ടായിരുന്നു. സോ എനിക്കിതാണ് ഇഷ്ടപ്പെട്ട കൂടുതലും. എനിക്കിഷ്ടം ഇതാണ്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇതിനെക്കുറിച്ച്. അപ്പം ഇതിൻ്റെ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ അധികം താമസിക്കാതെ തന്നെ ഇതിലെടുക്കുന്ന ഒരു 360 വീഡിയോ ഇടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും എല്ലാം എന്നെ അറിയിക്കുക. അപ്പം അതനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. കിട്ടിയ ഫീഡ്ബാക്ക് എല്ലാം കൊണ്ടാണ് കേട്ടോ ഞാൻ ക്യാമറ മാറ്റണമെന്ന് വിചാരിച്ചത്. അതുപോലെ ഞാനും 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഔട്ട്പുട്ട്സിൽ പലപ്പോഴും. അപ്പം ഇതിനകത്ത് ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, താങ്ക് യു എവരിബഡി.